ലേബർ കോഡ് കരട് വിജ്ഞാപനം കേരളത്തിലും. തൊഴിലാളി സംഘടനകളും മുന്നണിയും അറിയാതെ 2021 സംസ്ഥാന തൊഴിൽ വകുപ്പ് വിജ്ഞാപനം ഇറക്കിയത്. കേന്ദ്ര നിർദ്ദേശം അനുസരിച്ചാണ് കരട് തയ്യാറാക്കിയതെന്നും എന്നാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് തൊഴിൽ സംഘടനകളുടെ യോഗം വിളിക്കാത്തതെന്നും തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വിശദീകരിച്ചു. കരട് പ്രസിദ്ധീകരിച്ചു എന്നല്ലാതെ അതിനപ്പുറം വേറൊരു നടപടിക്രമങ്ങൾ ഇത്രയും രണ്ട് വർഷമായിട്ട് നമ്മൾ നടത്തിയിട്ടില്ല. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഭൂരിപക്ഷം വെച്ചുകൊണ്ട് തൊഴിൽ രംഗത്തുമൊക്കെ തന്നെ ഒരു RSS BJP അജണ്ട അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള നയമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് തുല്യ അവകാശങ്ങളുള്ളതാണ്. എങ്ങനെ ഈ നിയമം ഏകപക്ഷീയമായി നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് സംബന്ധിച്ചിടത്തോളം വരും നാളുകൾ നമുക്ക് കാണാമെന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. സംസ്ഥാന സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമായി ചില ഉദ്യോഗസ്ഥർ വിഷയത്തിൽ പ്രവർത്തിക്കുന്നെന്നും അങ്ങനെയുള്ളവർക്കെതിരെ കടുത്ത നടപടി എടുക്കണമെന്നും AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. ഗവൺമെൻറ് തലത്തിൽ മന്ത്രി അറിയാതെ, മന്ത്രിമാർ ബന്ധപ്പെടാതെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇതുപോലെ ചർച്ച നടത്തി പിൻവാതിലൂടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് വളരെ ജാഗ്രത വേണം. എങ്ങനെയാണ് ഈ കരട് വന്നത്, ഏതാണ് അതിൻ്റെ സാഹചര്യം? 2011 ഡിസംബറാണ്. അപ്പോൾ ഗവൺമെൻറ് വന്നൊരു 4-5 മാസം. ഏതാണ് സാഹചര്യം? അതൊക്കെ വളരെ ഗൗരവമായി ഗവൺമെൻറ് പരിശോധിക്കും. ലേബർ മിനിസ്റ്റർ കാര്യം പറഞ്ഞിട്ടുണ്ട്. നാളെ നടക്കുന്ന ചർച്ചയിൽ ഞങ്ങൾ അതീവ ഗൗരവത്തോടു കൂടി തന്നെ ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നതാണ്. കേരള സർക്കാരും തൊഴിലാളി സംഘടനകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ വയനാട്ടിൽ പ്രതികരിച്ചു. കേരളത്തിലെ ഗവൺമെന്റിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ കേരളം അംഗീകരിക്കില്ല. ഇന്ന് തൊഴിലാളികൾ അനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്നതിനോ വെട്ടിക്കുറയ്ക്കുന്നതിനോ കേരളം സന്നദ്ധമാവില്ല. ഈ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കാര്യം കേരളത്തിലെ ഗവൺമെന്റ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെന്റും തൊഴിലാളി സംഘടനകളും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. കേരളത്തിലെ തൊഴിലാളി സംഘടനകൾ എടുത്തു വരുന്ന നിലപാടിന് അനുസൃതമായ സമീപനം തന്നെയാണ് കേരള ഗവൺമെന്റ് ഇതിന്റെ ഈ പ്രശ്നങ്ങൾ തൊഴിലാളി പ്രശ്നങ്ങളിലെല്ലാം സ്വീകരിച്ചു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.